മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ടി വിയിലും പത്രങ്ങളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് മുസ്ലിം ലീഗുകളുടെയും മുസ്ലിം ലീഗ് പോലെയുള്ള മുസ്ലിം സംഘടനകളുടെയും അവരുമായി ബന്ധപ്പെട്ട പല വ്യക്തികളുടെയുമെല്ലാം കമൻറ്റുകളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഇതെല്ലാമാണ് നിറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ലോകത്തിൽ 9 മതങ്ങളുള്ളതിൽ ഇസ്ലാം മതം മറ്റേതൊരു മതത്തെക്കാളും പ്രത്യേകതയുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ ഈ മാധ്യമങ്ങളുടെ വാർത്തകൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ലോകമെമ്പാടും നടക്കുന്ന പല തരത്തിലുള്ള സംഭവങ്ങൾ, പ്രവർത്തനങ്ങൾ, പ്രതിഷേധങ്ങൾ, ഇവയുടെ എല്ലാത്തിൻ്റെയും ഒരു കേന്ദ്രബിന്ദു ഏത് മതത്തിൽപ്പെട്ട വ്യക്തികളാണെന്ന്, അല്ലെങ്കിൽ ഏത് മതം അനുശാസിക്കുന്ന ജനങ്ങൾ ഭൂരിഭാഗമുള്ള രാഷ്ട്രമാണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ സമയമൊന്നും എടുക്കില്ല. കേരളത്തിൻ്റെ കാര്യം എടുത്ത് നോക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന അറബി കല്യാണം, ആ യത്തീംഖാനയിലെ ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളും ഒരുമിച്ച് ചേർന്ന് 10-14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അതിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പോലും നോക്കാതെ ഒരു അറബി പൗരന് കല്യാണം കഴിച്ചു കൊടുത്ത് അത് മിനിറ്റുകൾ കൊണ്ട് ഒതുക്കി തീർത്ത ഒരു മതമാണ് എന്ന് ഒരൊറ്റ വരിയിൽ പറഞ്ഞാൽ അതൊരു ഐസൊലേറ്റഡ് സംഭവമല്ല. ഇപ്പം അറബി കല്യാണം പോലെ മൈസൂർ കല്യാണം എന്നൊന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 വയസ്സാക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് എന്ന വാർത്ത കണ്ടു. ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദനും പിണറായി വിജയനും വളരെ നിശിതമായി വിമർശിച്ചൊരു കമൻറ്റ് പോലും പറഞ്ഞു, അവർക്ക് 16 ആയാലും 14 ആയാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല, എല്ലാം മതാടിസ്ഥാനത്തിലാണ് അവർ ചിന്തിക്കുന്നത് എന്ന്. ആലോചിച്ചു നോക്കാം, അവനവൻ്റെ സമുദായത്തിൽ കിളുന്ത് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളുടെ എണ്ണം പെരുകി 2 ജില്ലയാക്കണമെന്ന് അവകാശം വന്നതുപോലെ മുസ്ലിങ്ങളെ പെരുകാൻ വേണ്ടിയിട്ടാണോ ഈ 14 വയസ്സിൽ അല്ലെങ്കിൽ 16 വയസ്സിൽ കല്യാണം കഴിക്കുന്നത് എന്ന് തോന്നിപ്പോകും. ലോകത്തിലെ മറ്റൊരു പരിഷ്കൃത മതവും സ്വീകരിക്കാത്ത പല വഴികളുമാണ് അവർ സ്വീകരിക്കാറുള്ളത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സദാചാര പോലീസ് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. അതിനു മുമ്പ് ഇസ്ലാമിനെ കുറിച്ച് ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ കൈവെട്ടുക, അല്ലെങ്കിൽ കൊല്ലുക, തീ വയ്ക്കുക, ബോംബ് ഇടുക. ഇതാരാ ചെയ്തതെന്ന് നോക്കിയാൽ അതിൻ്റെ പുറകിലുള്ളവരുടെ പേര് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നുവെന്ന്. അത്ഭുതകരമായി പറയട്ടെ, കേരളത്തിലെമ്പാടും ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവനകൾ വരുന്നു, ഞങ്ങൾ ഒറ്റയ്ക്ക് ഇലക്ഷന് നിൽക്കാൻ തയ്യാറാണ്. അപ്പോൾ മുസ്ലിങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ശരിക്കു പറഞ്ഞാൽ കേരളത്തിനകത്ത് ഒരു പക്ക പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം പോലെയാണ് ആഹ്വാനങ്ങളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മദനി അദ്ദേഹം ന്യായമായിട്ടാണോ കോടതിയിൽ ജയിലിൽ കിടക്കുന്നത്, അന്യായമായിട്ടാണോ ജയിലിൽ കിടക്കുന്നത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അയാൾ PDPയുടെ വ്യക്തിയാണെങ്കിലും IUMLൻ്റെ വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ്സിലുള്ള മുസ്ലിം ആയാലും കമ്മ്യൂണിസ്റ്റിലുള്ള മുസ്ലിം ആയാലും BJPയിലുള്ള മുസ്ലിം ആയാലും മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഒരുമിച്ച് വരുന്നൊരു കാഴ്ച അത്ഭുതകരമായി കാണാൻ സാധിക്കും. ഒരു കാര്യവും കൂടി ഉറപ്പാ, ഇന്ന് കോൺഗ്രസ്സിലുണ്ടെന്ന് പറയുന്ന മുസ്ലിങ്ങൾ, അത് ആര്യാടൻ മുസ്ലിം ആണെങ്കിലും MM ഹസൻ ആണെങ്കിലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള മുസ്ലിം പാലോളി മുഹമ്മദ് കുട്ടിയാണെങ്കിലും കാര്യത്തോടടുക്കുമ്പോൾ ഇലക്ഷന് ജയിക്കാനും അല്ലെങ്കിൽ
അവരുടെ ചിന്താധാരകൾക്ക് അവര് ഇപ്പൊ പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ പ്രാധാന്യം കുറഞ്ഞു വരുമ്പോൾ ഇവരെല്ലാം മുസ്ലിം സംഘടനയുടെ കൂട്ടത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. ബക്രീദിന്റെ പേരിലായാലും റംസാന്റെ പേരിലായാലും ഇദുൽ ഫിത്തറിന്റെ പേരിലായാലും അവർ ഒരുമിച്ച് വന്ന് മുറിക്കകത്തിരുന്ന് ചർച്ച ചെയ്ത് പുറത്ത് പകൽ സമയത്തെല്ലാം കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെയാണ്. രാത്രി അവരെല്ലാം മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ ആണ് ഇലക്ഷന് ജയിക്കാൻ വേണ്ടിയും കാര്യം നേടാൻ വേണ്ടിയും. അടുത്ത കാലത്ത് മലപ്പുറം, കണ്ണൂര്, കോഴിക്കോട് ജില്ലയിൽ പോയപ്പോൾ ഞങ്ങൾ വെറുതെ കുറേ ആൾക്കാരോട് പറയുകയുണ്ടായി, ഇപ്പോൾ മുസ്ലിം തീവ്രവാദം കേരളത്തിൽ കുറഞ്ഞു അല്ലേ എന്ന് പറയുകയുണ്ടായി. ഉടനെ ഒരു വലിയ ഗ്രൂപ്പ് ആൾക്കാർ പ്രതികരിച്ചത് അത്ഭുതകരമായ രീതിയിലാണ്. അവരൊക്കെ ഹിന്ദുക്കളായിരുന്നു, പ്രത്യേക രീതിയിലാണ് പ്രതികരിച്ചത്. അവർ പറഞ്ഞു, ഇപ്പൊ മുസ്ലിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, തീവ്രവാദം ഇല്ല. ഇതിന് കാരണം ഈ ഹൈവേയിലും റോഡുകളിലുമുള്ള രണ്ട് സൈഡിലുമുള്ള കെട്ടിടങ്ങളെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളാണ്. അതിൽ വൻകിട കച്ചവടം നടത്തുന്നത് മുസ്ലിങ്ങളാണ്. എന്തെങ്കിലും മുസ്ലിങ്ങൾ ചെയ്ത് മറ്റു മതക്കാർ പ്രതികരിച്ചാൽ നഷ്ടം മുഴുവനും മുസ്ലിങ്ങൾക്കാണ് എന്ന ഒറ്റ കാരണത്താലാണ് മുസ്ലിങ്ങൾ ശാന്തമായിട്ടിരിക്കുന്നത്. അതിൽ 2-3 പേര് ചോദിക്കുകയും ചെയ്തു, സാറിനോട് ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതെൻ്റെ കമൻ്റ് അല്ല, ഞാൻ കേട്ടത് നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങൾ വിശ്വസിച്ചാലും എനിക്ക് വിരോധമില്ല, വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. എനിക്ക് ഒരു മതത്തിനോടും പ്രത്യേക എതിർപ്പില്ല. ഉള്ളത് ആരെങ്കിലും ഒന്ന് ലോകത്തിനോട് പറയണ്ടേ, അതിനുവേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സാറ് ട്രെയിനിൽ കയറിയിട്ട് യാത്ര ചെയ്യുമ്പോൾ ആ കമ്പാർട്ട്മെന്റിൽ ഈ ഊശാന്താടി വെച്ച പ്രത്യേക രീതിയിലുള്ള മുസ്ലിങ്ങൾ കയറിയാൽ സാറിൻ്റെ മനസ്സിൽ എന്താണ് ആദ്യം ഉദിക്കുന്നത്? ഞാൻ ഉത്തരവൊന്നും പറയാൻ പോയില്ല. പക്ഷേ ആ ചോദ്യത്തോട് യോജിക്കുന്നവരായിരുന്നു അവിടെയുള്ള ധാരാളം പേര്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് എല്ലാവർക്കും ഒരേപോലെ അറിയാം. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വികാരം ഈ നശീകരണത്തിൻ്റെയും ബോംബുണ്ടാക്കുന്നതിൻ്റെയും തീവ്രവാദത്തിൻ്റെയും പ്രാകൃതമായ നിയമത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് നല്ല വിദ്യാഭ്യാസമുള്ളവർ പോലും ആയിത്തീർന്നു എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം യൂട്യൂബിൽ പറയുകയുണ്ടായി, ഈ റംസാൻ മാസത്തിലെ രാത്രി അതിന് ആ നോമ്പ് തുറക്കൽ എന്ന പേരിൽ നടു റോട്ടില് പച്ചയ്ക്ക് ടാർപോളിനില് ഈ പെട്രോമാക്സിന്റെ വെളിച്ചത്തില് 100 കണക്കിന് വലിയ പോത്തുകളെയും എരുമകളെയും അതുപോലെ പശുക്കളെയും പച്ചയ്ക്ക് കയ്യും കാലും മൂക്കുകയറും കൂട്ടിക്കെട്ടി കഴുത്തരിയുന്ന തരത്തില് ഒരു മനുഷ്യത്വമില്ലായ്മയുടെ ലെവലിലേക്ക് പോയി ചോരയും ഇറച്ചിയും കണ്ട് ചെറുപ്പം മുതൽക്ക് വളരുന്നവരായതുകൊണ്ടല്ലേ ഈ മനുഷ്യന്റെ ചോരയും മനുഷ്യൻ പിടയുന്നതും മനുഷ്യനെ കൊല്ലുന്നതും ഒക്കെ കാണുമ്പോൾ യാതൊരു ഫീലിങ്ങും ഇല്ലാണ്ടിരിക്കുക. അതൊന്ന് ആലോചിച്ച് നോക്കാം. പാകിസ്ഥാനില് മിനിഞ്ഞാന്ന് 10-70 പേര് ക്രിസ്ത്യൻ പള്ളിയിൽ ബോംബുണ്ടപ്പോൾ 2 ചാവേർ വ്യക്തികള് സ്വയം ചത്ത് 10-70 പേരെ കൊന്നു. ഈ കൊന്നത് അല്ലെങ്കിൽ മരിച്ചവര് ഏതെങ്കിലും തിന്മയിലോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയോ പ്രവർത്തിച്ചവരാണോ? തനി നിഷ്കളങ്കര്, തനി പാവപ്പെട്ടവരാണ് മരിച്ചത്. അത് പാകിസ്ഥാനിൽ പലപ്പോഴും ബോംബിടുന്ന കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും ബോംബ് പള്ളിയിൽ തന്നെയാ വെക്കുക, മസ്ജിദിൽ തന്നെയാ വെക്കുക. ഒരേ അള്ളാഹുവിൻ്റെ വ്യക്തികളെ കൊല്ലാൻ ഒരു അറപ്പും ചളിപ്പും ഇല്ലാണ്ട്. ഇപ്പൊ സിറിയയിലെ രാസായുധം ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈജിപ്തിൽ നടക്കുന്ന എന്താ തീവ്രവാദം, അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന തീവ്രവാദം എന്താ, ഇറാഖിൽ നടന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു, ഇറാനിൽ നടക്കുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു. 69 മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഏതെങ്കിലും സ്വസ്ഥമായിട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടി വരുന്നു. അമേരിക്കയിൽ അടുത്ത കാലത്ത് വാഷിങ്ടണിൽ നടന്ന വെടിവെപ്പില് ആരാ കാരണക്കാര് എന്ന് അത്ഭുതകരമായിട്ട് ചിന്തിക്കുകയാണ്. ഞാൻ കുറേ കാലം അമേരിക്കയിലും കാനഡയിലും ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ ഈ അടുത്ത കാലത്ത് പോവുകയുണ്ടായി. അപ്പോഴും അവിടെ പറയുന്നത് കേട്ടു, ഒരു ഹിന്ദു പേരോ ക്രിസ്ത്യൻ പേരോ ഉള്ളവൻ ട്രാഫിക് നിയമം ലംഘിച്ചാല് പോലീസ് പിടിച്ച് നല്ലോണം വാണിംഗ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഫൈൻ ഇടിച്ച്
അവനെ വിടും. നേരെ മറിച്ച് ഒരു ഇസ്ലാം പേരുള്ളവനാണ് ട്രാഫിക് നിയമം ലംഘിക്കുകയോ വേറെ എവിടെയെങ്കിലും പോയാൽ അവനെ വെള്ളം കുടിപ്പിച്ചിട്ടേ വിടുള്ളൂ എന്നവിടെ പറയുന്ന കേട്ടു. ഇത് ഞാൻ അവിടെ കേട്ടതാ, പല സ്ഥലങ്ങളിൽ നിന്നും കേട്ടതാ. എന്തുകൊണ്ട് ഒരു മതത്തിൽപ്പെട്ടവരെ മാത്രം ഇങ്ങനെ ലോകം കാണുന്നു, ഒരു മതത്തിൽപ്പെട്ടവർ മാത്രം ഇങ്ങനെ ചെയ്യുന്നു? ഇന്നലത്തെ ടി വിയിൽ കണ്ടതാണ്. നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിലൂടെയും കൊച്ചി എയർപോർട്ടിലൂടെയും സ്വർണം കടത്തുന്നതിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരാരാണെന്ന് നോക്കാം. പേര് കണ്ടാൽ മനസ്സിലാക്കും ആരാണെന്നുള്ളത്. വെറുതെ എൻ്റെ സുഹൃത്ത് ഇന്നലെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു വരിക, സാറേ ഈ കള്ളക്കടത്തായാലും കള്ളനോട്ടടിയായാലും അല്ലെങ്കിൽ കരിഞ്ചന്തയാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കള്ളക്കച്ചവടങ്ങളാണെങ്കിലും ഇതിൻ്റെയൊക്കെ പുറകിൽ ഹിന്ദുക്കളില്ല എന്നല്ല, മുസ്ലിങ്ങളില്ല എന്നല്ല, ഭൂരിഭാഗവും ആരാണെന്ന് നോക്കുക. അവര് പലപ്പോഴും ഈ സ്വർണം ഇങ്ങനെ കൊണ്ടുവരുന്നത് പോലും അത് പിടിക്കപ്പെടാൻ വേണ്ടിയാണ്. അത് എയർപോർട്ടിൽ വെച്ച് പിടിക്കണം. കാരണം അതിനേക്കാൾ വലിയ ഒരു കർമ്മം അപ്പുറത്ത് ചെയ്യുന്നതിൽ നിന്ന് പോലീസുകാരുടെ ശ്രദ്ധ ഇതിലേക്ക് മാറാൻ വേണ്ടിയാ ഈ ചെറിയ പിടുത്തത്തിന് അവർ നിന്നു കൊടുക്കുന്നതും വലിയ പിടുത്തം അണ്ടർഗ്രൗണ്ട് വഴിക്ക് പോകുന്നതും. അപ്പൊ ഇങ്ങനെയുള്ള കമന്റുകൾ യഥാർത്ഥത്തിൽ ഒരു സമുദായത്തിന് അനുയോജ്യമാണോ? ഇത്രയും കാലമായിട്ട് 1921 മറ്റോ മാപ്പിള ലഹള തുടങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ മുസ്ലിങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും എന്നും ഒരു വിഭജനത്തിന് കാരണമായ സമുദായമായിട്ട് പോലും അവരെന്നും എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ജനങ്ങൾക്ക് തോന്നുന്നു. ഇത് മാറണ്ടേ? ചാർമിനാറിൽ പ്രശ്നം ഉണ്ടായാൽ അവിടെ ആരാ ഭൂരിഭാഗം എന്ന് നോക്കിയാൽ ഹൈദരാബാദിലെ ചാർമിനാറിലെ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. പഴയ അഹമ്മദാബാദിൽ പ്രശ്നം ഉണ്ടായാലും ഇപ്പൊ കാശ്മീരിലെ പ്രശ്നം എടുത്തു കഴിഞ്ഞാലും ഇന്ത്യക്ക് പുറത്ത് ബംഗ്ലാദേശിലെടുത്താലും ബർമ്മയിലെടുത്താലും ബുദ്ധഗയയില് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിന്റെ പുറകില് പ്രവർത്തിക്കുന്നവര് മ്യാൻമാർ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് വന്ന മുസ്ലിം വിദ്യാർത്ഥികളാണോ എന്ന് സംശയിച്ച് എല്ലാ വിദേശ വിദ്യാർത്ഥികളെ പരിശോധിക്കാൻ ഓർഡർ ഇട്ടു എന്ന് പറഞ്ഞ് 2 ദിവസം മുമ്പ് മാതൃഭൂമി പേപ്പറിൽ കാണേണ്ടായി. അപ്പോൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഞാൻ എൻ്റെ മുസ്ലിം സഹോദരന്മാരോട് പറയാണ്, എന്തുകൊണ്ട് ഈ ഒരു മതത്തിനെ മാത്രം ജനങ്ങളിപ്പോൾ ഭയപ്പെടുന്നു? അടുത്ത കാലത്ത് ഒരു വലിയ സമ്മേളനം നമ്മുടെ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ട മൈതാനിയിൽ നടന്നു. അതിൽ കുറേ ഹിന്ദുക്കളുടെ പേരുണ്ടായിരുന്നു, പ്രാസംഗികര്. അവരാരും വന്നില്ല എന്ന് തോന്നുന്നു. ഇത് ഞാൻ നേരത്തെ യൂട്യൂബിൽ പറഞ്ഞതും കൂടിയാണ്. അതില് ഒരു വലിയ നേതാവ് പറയുകയുണ്ടായി, ഭാരതത്തിലെ ജയിലറകളിൽ കിടക്കുന്നതില് 82% മുസ്ലിങ്ങളാണ് എന്നാണ് പറഞ്ഞത് അദ്ദേഹം. അത് വേദനയോടുകൂടിയാണ് പറഞ്ഞത്. കേട്ടവർക്കും വേദന തോന്നിയിട്ടുണ്ടാവണം. കാരണം ഒരു സമുദായത്തിലെ ആൾക്കാര് 4-ൽ 3 ഭൂരിപക്ഷത്തെക്കാൾ ഉപരി എങ്ങനെ ജയിലിൽ കിടക്കുന്നു? ആരാ ഇതിന് കാരണം? മുസ്ലിം ലീഗ് ഭരിക്കുന്ന കേരളത്തില്, മുസ്ലിങ്ങൾക്ക് അസാധാരണ സ്വാധീനമുള്ള കോൺഗ്രസ് ഭരിക്കുന്ന ഭാരതത്തില്, മുസ്ലിങ്ങൾ ഒരു പേപ്പർ കൊണ്ടുപോയി ഒരു മന്ത്രിയുടെ മുമ്പിൽ കൊടുത്താൽ അരമണിക്കൂറിനകം ഒപ്പിട്ട് കിട്ടുന്ന ഒരു നാട്ടില് ഇത്രയും മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ജയിലിലോ പോലീസ് സ്റ്റേഷനിലോ കിടക്കുന്നു എന്ന് ചിന്തിക്കാനുള്ളത് ആരാണെന്ന് കൂടി ഞാൻ നോക്കുകയാണ്. ഈ ഒരു വിവരം ഞാനിങ്ങനെ ജസ്റ്റ് യൂട്യൂബില് പണ്ട് ഇതിൻ്റെ ഒരു ചെറിയ അംശം പറഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരാൾ എനിക്ക് ഇമെയിൽ അയച്ചു. അദ്ദേഹം അവിടുത്തെ പോലീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇംഗ്ലണ്ടിലെ ജനസംഖ്യയിൽ 3% മുസ്ലിങ്ങൾ ഉള്ളത്. പക്ഷേ ജയിലിൽ കിടക്കുന്നവരിൽ 23% വ്യക്തികൾ മുസ്ലിങ്ങളാണ്. ഇംഗ്ലണ്ടിലെ ജയിലിൽ കിടക്കുന്നതിൽ 23% വ്യക്തികൾ മുസ്ലിങ്ങളാണ്. മാത്രമല്ല ഇംഗ്ലീഷുകാർക്ക് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയവുമാണ് വെറുപ്പുമാണ്. അയാൾ ഉപയോഗിച്ച വാക്കാണ്. എന്താ കാരണം? 53% മുസ്ലിം യുവാക്കളും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന സഹായം കൊണ്ട് ഒരു പണിയെടുക്കാണ്ട് ജീവിക്കുന്നവരാണ്. 63% സ്ത്രീകളും ഇതേപോലെ സോഷ്യൽ സെക്യൂരിറ്റി പൈസ കൊണ്ട് ജീവിക്കുന്നവരാണ്. പക്ഷെ ഇംഗ്ലണ്ടുകാർക്ക് സോഷ്യൽ സെക്യൂരിറ്റി പൈസ കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കതൊരു അവഹേളനാണ്, അവർക്കതൊരു ദുഃഖമാണ്, ഇത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. പക്ഷെ ഈ മുസ്ലിങ്ങൾ ഇപ്പൊ കേരളത്തിലും നോക്കാം, ഇംഗ്ലണ്ടിന്റെ വേറൊരു രൂപമാണ്. എല്ലാ മുസ്ലിം പെൺകുട്ടികൾക്കും കമ്പ്യൂട്ടർ കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുക. ഇത് മുസ്ലിം പെൺകുട്ടികളോടുള്ള സ്നേഹമോ ബഹുമാനമോ കൊണ്ടൊന്നുമല്ല.
അടുത്ത ഇലക്ഷന് ജയിക്കാൻ വേണ്ടി കോൺഗ്രസ് ചെയ്യുന്ന നാറിയ പ്രവർത്തികളാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ രക്തബന്ധം കാശ്മീരിലെ മുസ്ലിങ്ങളുമായിട്ടുണ്ട്. രക്തബന്ധം എന്ന് തന്നെയാണ് പറയേണ്ടത് അതിന്. ആ രക്തബന്ധം കാശ്മീരിലെ മുസ്ലിങ്ങൾ മുതൽക്കുണ്ട്. ഈ ഭാരതത്തെ വിഭജിക്കാൻ കാരണമായത് മുസ്ലിങ്ങളാണെന്നുള്ളത് മറച്ചുവെച്ച് AD 995 മുതൽക്ക് ഭാരതം അനുഭവിക്കുന്ന ഈ മുസ്ലിം ഇൻവേഷൻ ഒരു 650 വർഷം, ആ ചരിത്രം ഒന്ന് വായിച്ചാൽ അറിയാം ഭാരതത്തിൻ്റെ കണ്ണീരിന് കാരണം ആരാണെന്ന്. അതെല്ലാം മറച്ചുവെച്ച് ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് മുസ്ലിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. ന്യൂനപക്ഷമാണ്, അവർക്ക് ഹിന്ദുക്കളിൽ നിന്ന് തിന്മകൾ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. കോൺഗ്രസിന് ജയിക്കണമെങ്കിൽ, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ജയിക്കണമെങ്കിൽ ഈ മുസ്ലിങ്ങളുടെ മൊത്തം വോട്ട് വേണം. ഇന്നലെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതും അത് തന്നെയാണ്. TV-യിൽ ഇന്നലെ നിറഞ്ഞിരുന്നത് അതാണ്. ഞങ്ങളുടെ കൊടി പാറിയ സ്ഥലത്താണ് കോൺഗ്രസ് ജയിച്ചത്. ഇപ്പം നാളെ കോൺഗ്രസിൽ നിന്ന് എടുക്കാവുന്നതെല്ലാം എടുത്ത് അത് തേങ്ങാപ്പിണ്ണാക്ക് മാതിരി ചവറായാൽ അവർ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിൽ പോകാനും അവർക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. അത് സംഭവിച്ചതുമാണ്. മലപ്പുറം ജില്ല EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കൊടുത്തത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം. അതേ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കന്യാകുമാരിയിലെ വിവേകാനന്ദ റോക്കില് വിവേകാനന്ദന്റെ ഒരു പ്രതിമയുണ്ടാക്കാൻ ഒരു പൈസ പോലും തരില്ല, ഹിന്ദു വർഗീയവാദിയാണ് വിവേകാനന്ദൻ എന്ന് പറഞ്ഞ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് സ്ഥാനത്തും അസ്ഥാനത്തും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയും മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ജനാധിപത്യമോ മതേതരത്വമോ ഉള്ള പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ പോലും മലപ്പുറത്ത് ഇലക്ഷനെ നിർത്തുമ്പോൾ മുസ്ലിമിനെ നിർത്തുള്ളൂ, ഹിന്ദുവിനെ നിർത്തില്ല. കാരണം അവരും മതം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് ഈ അറബി കല്യാണമായാലും മൈസൂർ കല്യാണമായാലും വിവാഹപ്രായം 16 ആക്കുന്നതായാലും ഈ വിവാഹവുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് നിയമത്തിന് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതായാലും കേരളത്തിനകത്ത് നടക്കുന്ന ഓരോ പ്രശ്നമായാലും മദനിയുടെ പ്രശ്നമായാലും അവർക്ക് മലപ്പുറം ജില്ല വിഭജിക്കുന്നതായാലും മലപ്പുറം ജില്ലയിൽ കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റികൾ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ സ്ഥാപിക്കുന്നതായാലും ഓരോ സദാചാര പോലീസ് ആണെങ്കിലും പർദ്ദയിട്ട് നടക്കുന്നതാണെങ്കിലും ഈ പെൺകുട്ടികൾക്ക് തലയിൽ തട്ടമിട്ട് മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങൾ മുസ്ലിമാണെന്ന് പ്രൊജക്റ്റ് ചെയ്ത് നടക്കുന്നതായാലും ഏത് വേണമെങ്കിലും എടുത്തു നോക്കാം. മുസ്ലിം ജനങ്ങൾ ഞങ്ങൾ പ്രത്യേകതയുള്ളവരാണ് എന്ന് പറഞ്ഞ് നടക്കാൻ അവര് എന്നും ആഗ്രഹിക്കുന്നു. ഇത് ഇംഗ്ലണ്ടിലെ കോടതി വിധിച്ചതാ, പർദ്ദ മാറ്റി വേണം കോടതിയിലേക്ക് വരാനെന്ന്. ഈ അറബികളിടുന്ന പർദ്ദ, ഈ കറുത്തത്, ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കേരളത്തിൽ ഇത് ആവശ്യമാണോ? ഇത് ഈ കണ്ണ് മാത്രം പുറത്ത് കാണിച്ച് സ്ത്രീയുടെ ശരീരം പുറത്ത് കാണാതിരിക്കാനാണ് എങ്കിൽ അപ്പൊ ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകളുടെ ശരീരം പുറത്ത് കാണില്ലേ? മുസ്ലിങ്ങളായിട്ടുള്ളവരുടെ കാണില്ലേ? ഒരു 60-70% മുസ്ലിങ്ങൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം അല്ലെങ്കിൽ മലപ്പുറം ഒഴിച്ചുള്ള ജില്ലകളിൽ നോക്കിയാൽ പർദ്ദ ഇട്ടവരെ കാണാനേ സാധിക്കില്ല. അവര് മുസ്ലിങ്ങളുണ്ട് ഇതിൽ ആയിരക്കണക്കിന്. അപ്പൊ അവർക്ക് ഇത് വേണ്ടേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. ഞങ്ങൾ തികച്ചും ഭിന്നമായിട്ടുള്ളവരാണ് എന്ന് കാണിക്കാൻ വേണ്ടി TV-യിലെ പ്രോഗ്രാമിലോ മ്യൂസിയത്തിലോ ബസ്സിലോ അല്ലെങ്കിൽ ഏത് പ്രദേശത്ത് കയറിയാലും അവിടെ ഈ പർദ്ദ ഇട്ടവരെ കാണുമ്പോൾ ആദ്യം ഇവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ് എന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവരിങ്ങനെ ചെയ്യുന്നത്. ഇത് ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റൊരു വശത്ത് കൂടിയുണ്ട്. മലപ്പുറത്ത് തന്നെ, കോഴിക്കോട് തന്നെ, മറ്റ് സ്ഥലങ്ങളിൽ എത്രയോ ക്ഷേത്രങ്ങളിൽ പോകുന്ന മുസ്ലിങ്ങളുണ്ട്. എന്നോട് ഒരാൾ ചോദിക്കേണ്ടായി, ഒരു ക്ഷേത്രത്തിന്റെ പേര് പറയാമോ മുസ്ലിങ്ങൾ പോകുന്നതെന്ന്? ഒരെണ്ണല്ല, 1000 ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന് വിചാരിച്ചോളാം. അധർമ്മവും അസത്യവും അനീതിയും അന്യായവും കൊണ്ട് ഒരു പ്രഭാഷണം നടത്തില്ല ഞാൻ. സത്യത്തിന്റെ മുമ്പിൽ സത്യം മാത്രമേ ഉള്ളൂ. ഇഷ്ടം മാതിരി അമ്പലങ്ങളിൽ മുസ്ലിങ്ങൾ പോകുന്നുണ്ട്. ജാതകം നോക്കുന്നതിൽ ധാരാളം പേര് മുസ്ലിങ്ങളാണ്. വാസ്തുവിദ്യ പ്രകാരം വീട് വെക്കുന്ന അനേകം മുസ്ലിങ്ങളുണ്ട്. ഈ ഹിന്ദു ആചാരത്തിനോട് അടുത്ത് വരുന്ന രീതിയിൽ വിവാഹം കഴിക്കുന്ന മുസ്ലിങ്ങൾ ധാരാളം ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ എത്രയോ മുസ്ലിങ്ങൾക്ക് വിജയദശമി ദിവസം എഴുത്തിനിരുത്താറുണ്ട്. മിക്കവാറും മഹാനവമി വിജയദശമി ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ വേദം വായിച്ചുകൊണ്ട് ഇരിക്കാറേ പതിവുള്ളൂ, മറ്റു പ്രോഗ്രാമിന് പോകാറില്ല.
ഈ പ്രാവശ്യം ബഹ്റിനിലായിരിക്കും. അപ്പോൾ ഇവിടെ എഴുത്തിനിരുത്താൻ എത്രയാ മുസ്ലിങ്ങൾ വരിക? അവരാരും പറയാറില്ല അരിയിൽ അള്ളാഹു എന്ന് എഴുതിക്കണമെന്ന്. ഞാൻ സരസ്വതിയുടെ മന്ത്രം പറഞ്ഞ് ഹരിശ്രീ ഗണപതയേ നമഃ എന്ന് തന്നെയാണ് എഴുതിക്കാറുള്ളത്. അതും എൻ്റെ വീട്ടിൻ്റെ പൂജാമുറിയുടെ മുമ്പിൽ ഇരുത്തിയിട്ടായി മുസ്ലിങ്ങളെ എഴുതിക്കാറുള്ളത്. അവർ പറയാറുണ്ട് സാറ് ഉണ്ടെങ്കിൽ വിജയദശമി തന്നെ വേണമെന്നില്ല, ഏത് സാറിന് ഇഷ്ടമുള്ള നല്ല ദിവസമായാലും വിരോധമില്ല. എൻ്റെ റിട്ടേൺ ടിക്കറ്റ് മിഡിൽ ഈസ്റ്റിലേക്ക് പോകാനുള്ള റിട്ടേൺ ടിക്കറ്റ് ഇന്ന ദിവസമാണ്, അതിനു മുമ്പ് ഒരു ദിവസം സാറ് പറഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട്. അപ്പോൾ അവര് മുസ്ലിങ്ങൾ തന്നെയാണ്, അല്ലാഹുവിനെ പ്രാർത്ഥിക്കുന്നവരാണ്, പ്രവാചകന്റെ ശിഷ്യന്മാരാണ്, അവര് ഖുർആൻ വായിക്കുന്നവരാണ്. അവർക്ക് ഈ നമ്മുടെ പൈതൃകം സ്വീകരിക്കാൻ ഇപ്പോൾ വളരെയേറെ താല്പര്യമുണ്ട് എന്ന് മാത്രമല്ല, ഇപ്രാവശ്യത്തെ ഓണം സെലിബ്രേഷനിൽ മലപ്പുറത്ത് നിന്ന് വന്ന നമ്മുടെ പ്രവർത്തകർ പറയുകയുണ്ടായി, ഒരു ചെറിയ വിഭാഗം മുസ്ലിങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും ഓണാഘോഷത്തിൽ വളരെ ഗംഭീരമായിട്ട് ഇൻവോൾവ്ഡ് ആയിരുന്നു എന്ന്. അപ്പൊ മാറ്റല്ലേ? ഇതിന് സർവോപരി എനിക്ക് എടുത്തു പറയാനുള്ളത്, വിവാഹപ്രായം 16 വയസ്സാക്കണമെന്ന് പറഞ്ഞ് ചില മുസ്ലിം പണ്ഡിതന്മാരോ അല്ലെങ്കിൽ പണ്ഡിതന്മാരെന്ന് നടിക്കുന്നവരോ മുസ്ലിം ലീഗോ അവരുടെ വിഭാഗത്തിൽപ്പെട്ട നൂറുകണക്കിന് സംഘടനകളോ തിന്മ ചെയ്യുന്ന കാര്യത്തിൽ മുസ്ലിങ്ങളെല്ലാം ഒരുമിച്ച് വരുന്നുള്ളത് ഉറപ്പാണ്. ഈ മദനിയെ വെടിയിക്കുന്ന കാര്യത്തിലും എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് മദനിയോട് എതിർപ്പൊന്നുമില്ല. അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് മാനുഷിക മൂല്യങ്ങളിൽ ലഭിക്കണം എന്നുള്ളതിന് ഒരു സംശയമില്ല. പക്ഷെ അത് നിയമത്തിന്റെ വഴിയിലൂടെ അല്ല, രാഷ്ട്രീയത്തിന്റെ സ്വാധീനത്തിലൂടെ വോട്ട് ലഭിക്കാൻ വേണ്ടിയാക്കി മാറ്റുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. വീണ്ടും ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഈ 16 വയസ്സാക്കണം വിവാഹപ്രായം എന്ന് പറഞ്ഞതിനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എതിർത്തത് മുസ്ലിം യൂത്ത് ലീഗാണ് എന്ന് തോന്നുന്നു. ഇത് 2 ദിവസം കൊണ്ട് മുസ്ലിങ്ങൾ ഒതുക്കി തീർക്കുന്നുള്ളത് ഉറപ്പാണ്. ആര്യാടൻ മുഹമ്മദിനെയും ഒതുക്കി തീർക്കും, MM ഹസനെയും ഒതുക്കി തീർക്കും, ഉമ്മൻചാണ്ടിയെയും ഒതുക്കി തീർക്കും. അതിനുള്ള കപ്പാസിറ്റി എല്ലാ മുസ്ലിങ്ങൾക്കും ഉണ്ട്. മുസ്ലിം ലീഗിൽ 50% മുസ്ലിങ്ങളെ ഉള്ളൂ എങ്കിലും ആവശ്യം വരുമ്പോൾ 100% മുസ്ലിങ്ങളും മുസ്ലിം ലീഗിന്റെ കൂട്ടത്തിൽ നിൽക്കും, അല്ലെങ്കിൽ 100% മുസ്ലിങ്ങളും PDPയുടെ കൂട്ടത്തിൽ നിൽക്കും, അല്ലെങ്കിൽ 100% മുസ്ലിങ്ങളും മറ്റേ മുസ്ലിം ലീഗിന്റെ IMLന്റെ കൂട്ടത്തിൽ നിൽക്കും. അത് ലോകത്തിൽ എവിടെയാണെങ്കിലും, ഡെൻമാർക്കില് പ്രവാചകന്റെ ചിത്രം വരച്ച് പ്രശ്നമുണ്ടാക്കിയാൽ ഇവിടെ കൊല്ലുന്നതും ചാവുന്നതും ഉത്തർപ്രദേശിലാണ്. അത്ര വിവേകമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് എപ്പോഴും അവർ ഒരുമിച്ച് വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആദ്യമായിട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ കാഴ്ച, പ്ലസ് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂര്, പാലക്കാട് ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ, ഇത്രയും ജില്ലകളില് വിവിധ സ്കൂളുകളില്, കോളേജുകളില്, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന്, ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ നിന്ന് കുറേ പെൺകുട്ടികൾ വായ മൂടിക്കെട്ടിയിട്ട് പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് അവര് സമരം നടത്തിയ കാഴ്ച കാണാൻ സാധിക്കും. എനിക്ക് ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. അവരൊക്കെ മുസ്ലിങ്ങൾ ഒതുക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഈ തെറ്റുകളാണെന്നും പല കുട്ടികളെയും ഇന്റർവ്യൂ നടത്തിയിരുന്നു ഇന്നലെ ഏഷ്യാനെറ്റിലും റിപ്പോർട്ടർ എന്ന ചാനല്, ഏഷ്യാനെറ്റ് എന്ന ചാനല്, സൂര്യ TV-യിലൊക്കെ. അതിൽ പെൺകുട്ടികൾ പറയുന്നത്, ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിക്കണം, ഞങ്ങൾ ഹിന്ദുക്കളെ പോലെയും ക്രിസ്ത്യാനികളെയും പോലെയുമാണ്, ഞങ്ങൾക്ക് എന്താ പ്രത്യേകത? 14 വയസ്സ് 16 വയസ്സ് പഠിക്കാനുള്ള കാലമാണ്, ഞങ്ങൾക്ക് കല്യാണം കെട്ടിച്ചയച്ച് ഞങ്ങളുടെ ജീവിതം ഗതികേടാക്കുക അല്ല വേണ്ടത്, പ്രസവിക്കാൻ വേണ്ടി, ചിലപ്പോൾ ഈ പന്നികളെയൊക്കെ വളർത്തുന്നത് തന്നെ പന്നി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് പോലെ തോന്നുന്നു. ഈ സ്ത്രീകളെ കല്യാണം കഴിച്ച് 4ഉം 5ഉം 6ഉം പ്രസവിപ്പിച്ച് മുസ്ലിങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി സൃഷ്ടിച്ചതാണോ ഈ പെൺകുട്ടികളെ? അവർക്ക് ആൺകുട്ടികളെ പോലെയുള്ള വികാരങ്ങളും വിചാരങ്ങളും അല്ലെങ്കിൽ ജീവിക്കാനുള്ള ആഗ്രഹങ്ങളും സ്വതന്ത്രമായി ജീവിക്കാനും ഇല്ലേ? 21ാം നൂറ്റാണ്ടല്ലേ ഇത് 8ാം നൂറ്റാണ്ടല്ലല്ലോ. ആ കുട്ടികൾക്ക് ഞാൻ അവരുടെ വക്താവോ അഡ്വക്കേറ്റോ ഒന്നുമല്ല. പക്ഷേ ഈ ഭാരതം എന്ന എൻ്റെ മാതൃഭൂമി, ഇവിടുത്തെ സംസ്കാരത്തിന് പുറത്തു നിൽക്കുന്നവരും അകത്ത് നിൽക്കുന്നവരും ഈ രാഷ്ട്രത്തിന് എതിരെ പ്രവർത്തിക്കാതിരിക്കാൻ, ഇവിടുത്തെ മൂല്യങ്ങൾ നിലനിർത്താൻ, ഇവിടുത്തെ നന്മകൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ, അത് എല്ലാവർക്കും സാധിക്കണം. തിന്മകളെ മാത്രമേ എതിർക്കാറുള്ളൂ, അല്ലാതെ എല്ലാത്തിനെയും എതിർക്കാറില്ല. ഒരാള്
എന്നോട് പറയുകയുണ്ടായി, ഇസ്ലാം മതത്തിലെ എന്ത് കാര്യവും തീരുമാനിക്കാൻ ഇസ്ലാമുകൾക്ക് അധികാരമുണ്ട്. ഇല്ല എന്നല്ല. ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനയും നിയമവ്യവസ്ഥയും പോലെ ആയിരിക്കില്ല ജർമ്മനിയിലെ, അതുപോലെ ആയിരിക്കണം എന്നില്ല ഇംഗ്ലണ്ടിലെ, അതുപോലെ അല്ലല്ലോ സൗദി അറേബ്യയിലെ. അപ്പോൾ അതാത് രാഷ്ട്രത്തിൻ്റെ നിയമവ്യവസ്ഥകൾ ഒരു വിഭാഗത്തിന് മാത്രം ബാധകവും മറ്റേ വിഭാഗത്തിന് ബാധകമല്ലാതെ വരുമ്പോൾ ആ രാഷ്ട്രത്തിൽ അരാജകത്വം ഉണ്ടാവില്ലേ? ഏതായാലും ഇന്നലെ കുറേ മുസ്ലിം പെൺകുട്ടികൾ തുറന്ന് പ്രതിഷേധിക്കുന്നത് കണ്ടു. വായ മൂടി അടച്ചിട്ടാണെങ്കിലും അവർ പത്രമാധ്യമങ്ങളിൽ പ്രൊജക്റ്റ് ചെയ്ത് കാര്യങ്ങൾ പറയുന്നത് കണ്ടു. ആ കുട്ടികളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ. ഇന്നലെ അവർ ടി വിയിൽ വന്ന് പറഞ്ഞതുകൊണ്ട് ആരാണ് അവരെ ജീവനോടെ വെച്ചേക്കുകയോ അല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നത് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ആലപ്പുഴയിലെ കൊടുങ്ങല്ലൂർകാരനെ ശരിക്കും മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ട് ഒരു അന്വേഷണം പോലും ഇല്ലാതെ വിട്ടതാ. പോലീസുകാരനാ കത്തിച്ചത്. അയാളുടെ മകളെയോ ബന്ധുവിനെയോ പ്രേമിച്ചു എന്ന പേരിൽ. അതും ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതും ഈ മന്ത്രിസഭയൊക്കെ ഇരുന്നപ്പോൾ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ചിലർക്ക് എൻറ്റയർലി ഡിഫറൻറ്റ് നിയമങ്ങളാണ്. അതൊരു രാഷ്ട്രം എന്തൊക്കെയോ പേരിലാണ് ഇന്ത്യൻ ഭരണഘടന എഴുതിയിരിക്കുന്നത്. സമത്വം, സുന്ദരം, സോഷ്യലിസം, ഡെമോക്രസി എന്തൊക്കെയോ ചേർത്തിട്ട് ഭരണഘടന എഴുതിയപ്പോൾ ഈ സമത്വത്തിൽ അതിൽ മുസ്ലിങ്ങൾക്കൊരു പ്രത്യേക സമത്വം, മുസ്ലിങ്ങൾക്കൊരു പ്രത്യേക സോഷ്യലിസം, മുസ്ലിങ്ങൾക്കൊരു പ്രത്യേക ഡെമോക്രസി, അങ്ങനെയാ പോവാ. ജയലളിത ഈ ദശാവതാരമോ അല്ലെങ്കിൽ വേറെ ഏതോ ഒരെണ്ണം വിശ്വരൂപമോ ഒരു സിനിമ അഭിനയിച്ചപ്പോൾ അത് നിരോധിക്കാൻ മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടു എന്നാ പറയാ. ജയലളിതയും കളിച്ചത് മുസ്ലിം കാർഡാണ്. അടുത്ത ഇലക്ഷന് മുസ്ലിങ്ങളുടെ വോട്ട് ഒരുമിച്ച് കിട്ടാൻ വേണ്ടി അവർ കളിച്ച കളിയാണ്. മുസ്ലിങ്ങൾ ആരോ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടാവും. അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് മുസ്ലിങ്ങളെ ഒരുമിപ്പിക്കാൻ ജയലളിത ചെയ്ത ഈ നെഗറ്റീവ് സാധിച്ചു. അവരെ ഒരുമിപ്പിച്ചത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. വീണ്ടും കേരളത്തെ മുസ്ലിം ലീഗിലെ പോലെ തമിഴ്നാട്ടിലെ മുസ്ലിങ്ങൾ ഒരുമിച്ച് വരിക, അവർ ബാർഗെയിൻ ചെയ്യുക, അവർ വോട്ട് ബാങ്ക് ആവുക, എന്നിട്ട് ബാക്കിയുള്ളവരെ ഭരിക്കുക. ഇങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോൾ ഭാരതം മുഴുവനും ഉണ്ട്. പണ്ട് ആയുധവും കൊലയും കൊല്ലലും കൊണ്ടാണ് മുസ്ലിങ്ങൾ ഭാരതത്തെ ഭരിച്ചത്. ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിൽ നശിച്ച ക്ഷേത്രങ്ങളും വധിക്കപ്പെട്ട ഹിന്ദുക്കൾക്കും കണക്കില്ല. ഇന്നും മലപ്പുറത്തും കോഴിക്കോടും എത്രയോ അമ്പലങ്ങൾ, പള്ളികളാണ്. ആ പള്ളികൾക്കകത്തു പോയ ബലിക്കല്ലും കൊടിമരത്തിന്റെ അവശിഷ്ടങ്ങളും ഇന്നും കാണാം. കേരളത്തിൽ തന്നെയുള്ള കാര്യമാണ്. ആ ടിപ്പു സുൽത്താൻ കൊന്നും ചത്തും മരിച്ചുമാണ് ഇസ്ലാം മതം പ്രചരിപ്പിച്ചത്. ഇപ്പൊ ടിപ്പു സുൽത്താനെ ധീര ദേശാഭിമാനി എന്നെല്ലാം പറയുന്നുണ്ടായിരിക്കാം. ഹൈദരാലി മറ്റൊരു രൂപത്തിലാണ് ചെയ്തത്. ബാമിനി വംശത്തിൽ ചെയ്തത് ഇതാണ്. അതുപോലെ നമ്മുടെ ഗസ്നി ഗോറി മുതൽക്ക് ഖിൽജി ലോഡി മുതൽക്ക് മുഗള സാമ്രാജ്യം വരെ 600 വർഷം കൊന്ന ഹിന്ദുക്കളുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ജനസംഖ്യയുടെ പകുതി വരും. ഗംഗാനദിയിൽ കുളിക്കുന്നതിന് ശിക്ഷ കഴുത്തറക്കലാണ് 150 വർഷക്കാലം. അങ്ങനെ ചെയ്തിരുന്ന മുസ്ലിങ്ങൾ എന്നും കൊലയും കൊള്ളിവെപ്പും നടത്തി ആയിരുന്നു ഒരു രാഷ്ട്രത്തെ കീഴടക്കിയത്. അങ്ങനെയാ 69 മുസ്ലിം രാഷ്ട്രങ്ങൾ ഉണ്ടായത് എന്ന് ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. ഒരാൾ എനിക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി, സാറ് മുസ്ലിങ്ങളെ കണ്ട് മുസ്ലിങ്ങളുടെ പ്രവൃത്തി നോക്കിയിട്ട് ഇസ്ലാമിനെ വിലയിരുത്തരുത്, ഖുറാൻ വായിച്ച് വിലയിരുത്തണമെന്ന്. എന്തായാലും എനിക്ക് ഖുറാൻ വായിക്കാൻ നേരെയില്ല. ഹിന്ദു ധർമ്മത്തിൽ തന്നെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും ആയിരക്കണക്കിന് ഋഷിവര്യന്മാരുടെ സംഭാവനകളും ഉള്ളതുകൊണ്ട് ലോകം ഏത് മതത്തെയും വിലയിരുത്തുന്നത് ആ മതാനുയായികളുടെ പ്രവർത്തനം കണ്ടിട്ടാണ്. അതിലെ പുസ്തകം വായിച്ചിട്ടല്ല. 1300 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകം വായിച്ചിട്ട് ഇന്നത്തെ മുസ്ലിമിനെ വിലയിരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ പ്രവൃത്തി, ഹിന്ദുക്കളുടെ പ്രവൃത്തി, ക്രിസ്ത്യാനികളുടെ പ്രവൃത്തി, ബുദ്ധമതക്കാരുടെ പ്രവൃത്തി, ജൂതന്മാരുടെ പ്രവൃത്തി നോക്കിയിട്ടാ പലപ്പോഴും അതാത് മതത്തെ ഓരോരുത്തർ വിലയിരുത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാം മതം ഇന്ന് ലോകത്തിലെ എല്ലാവരുടെയും മുമ്പിൽ പ്രത്യേകതയുള്ളൊരു മതമാണ്. തിന്മകൾ ചെയ്യുന്നവർ എല്ലാ മതത്തിലുള്ളവരുണ്ട്. പക്ഷേ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ വളരെ കൂടുതലായിട്ട് വരുന്നു. കാരണം എന്താണെന്ന് യൂത്ത് ലീഗുകാരും ഈ മുസ്ലിം ചെറുപ്പക്കാരും ചിന്തിക്കണം.
ലോകത്തിലെ മറ്റ് ഒരു രാജ്യത്തിലും ഹജ്ജ് തീർത്ഥാടനത്തിന് ഹിന്ദുക്കളുടെ ടാക്സ് ഉപയോഗിക്കാറില്ല, മറ്റു മതക്കാരുടെ ടാക്സ് ഉപയോഗിക്കാറില്ല. കേരളത്തില് ഇന്ത്യയിൽ മാത്രം ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കാണ് ഹജ്ജിന് സബ്സിഡി കൊടുക്കുക. ഇസ്ലാം മതപ്രകാരം സ്വന്തം വിയർത്ത പൈസ കൊണ്ട് ഹജ്ജിന് പോകണമെന്നാണ്. അതുപോലും വയലേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ മാത്രം. ഗവൺമെന്റ് പൈസ കൊണ്ട്, ഗവൺമെന്റ് സൗകര്യം കൊണ്ട്, ഗവൺമെന്റ് സിം കാർഡ് കൊണ്ട്, ഗവൺമെന്റ് മൊബൈൽ ഫോൺ കൊണ്ട് വളരെ ഫ്രീ ആയിട്ട് ഹജ്ജിന് പോയി വരുന്നവരുടെ എണ്ണം ലക്ഷമാണ്. ആ ഹജ്ജിന് കൊടുക്കുന്ന പൈസ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും ടാക്സിൽ നിന്നാണ് എന്നുകൂടി ഓർക്കാം. മറ്റൊരു മതത്തില് ജനങ്ങളുടെ പൈസ കൊണ്ട് പോകരുത് എന്ന്, ഹജ്ജിന് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊരു സിനിമയിൽ ഞാൻ കാണുകയുണ്ടായി. അവനവൻ വയർത്ത പൈസ കൊണ്ട് വേണമെന്ന്. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതിന് പോലും എതിരായിട്ട് പൈസ കിട്ടുകയാണെങ്കിലും അധികാരം കിട്ടുകയാണെങ്കിലും അവകാശം സ്ഥാപിച്ചെടുക്കാനും ഇവർ ചെയ്യുന്നുണ്ട്. ഈ സത്യം മുസ്ലിം ലോകം അറിയണം. ഒരു മുസ്ലിമിനോടും എനിക്ക് ദ്വേഷമോ വിദ്വേഷമോ ഇല്ല. ഒന്നുകൂടി പറയട്ടെ, 120 പുസ്തകം എഴുതാൻ ഭാഗ്യം കിട്ടിയ എനിക്ക് എൻ്റെ പല പുസ്തകങ്ങളും എന്നെ പഠിപ്പിച്ച, മഹാരാജാസ് കോളേജിൽ പഠിപ്പിച്ച അഷ്റഫ് സാറ് അല്ലെങ്കിൽ സലാഹുദ്ദീൻ സാറ് ഇങ്ങനെയുള്ളവരാണ് റിലീസ് ചെയ്യുക. എന്നോട് സലാഹുദ്ദീൻ സാറ് പറയുകയുണ്ടായി, ഗോപാലകൃഷ്ണനെ പോലെ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഭാഗ്യമാണ്. അഷ്റഫ് സാറിനെ പോലെ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തി ഒരു സൗകര്യവും ഇല്ലാത്ത സ്ഥലത്ത് മഹാരാജാസ് കോളേജിൽ PhD എടുത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ബഹുമാനം തോന്നാറുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു മതത്തിനോടുമുള്ള എതിരല്ല. വസ്തുത ഇതാണ്. മുസ്ലിം യുവാക്കള്, മുസ്ലിം യുവതികള്, മുസ്ലിമില് വിദ്യാഭ്യാസമുള്ളവര് ഒന്ന് ചിന്തിക്കണം. എന്തുകൊണ്ട് ഒരു മുസ്ലിം ട്രെയിനിൽ കയറിയാൽ ആ കമ്പാർട്ട്മെന്റിലുള്ളവർ ഭയപ്പെടുന്നു? എന്തുകൊണ്ട് പത്രമാധ്യമങ്ങളിലെ കള്ളനോട്ടും കള്ളത്തരവും കള്ളക്കടത്തിലും ഈ പ്രത്യേക വിഭാഗത്തിന്റെ പേര് പറയുന്നു? അത് മാറ്റിയെടുക്കാനേ ഉള്ളൂ. അത് മാറ്റിയെടുക്കാനേ ഞാൻ എടുത്തു പറയാൻ കാരണം, പണ്ട് ഖാലിസ്ഥാൻ മൂവ്മെന്റ് നടക്കുമ്പോൾ ഒരു സർദാർജി സിഖുകാരനടുത്ത് വന്നാൽ പലർക്കും പേടിയായിരുന്നു. ഇന്നങ്ങനെ ഇല്ല. ഖാലിസ്ഥാൻ മൂവ്മെന്റ് ഇല്ല. അവർ നോർമൽ പഞ്ചാബിന്റെ ഭാഗമായി, അവർ വളരെ ഗംഭീരമായിട്ട് ഭാരതത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നു. ഒരു പ്രോബ്ലം ഇല്ല. അതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ഭാരതത്തിന്റെ ഒരു പുത്രൻ എന്ന രീതിയിൽ മാത്രം, ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ബുദ്ധിജീവിയല്ല, ചിന്തകനല്ല, പണ്ഡിതനല്ല, സാധാരണക്കാരൻ എന്ന രീതിയിൽ പറയുകയാണ്. ഭാരതത്തിന്റെ മണ്ണിൽ ജനിച്ച് ഭാരതത്തിൽ വളർന്ന് ഭാരതത്തിൽ ശരീരം ഉപേക്ഷിക്കുന്ന നിങ്ങൾ ഭാരതീയനായി ജീവിക്കുക. അള്ളാഹുവിനെയോ ഖുറാനെയോ പ്രവാചകനെയോ ആരാധിക്കുന്നതിൽ ആരും ഇവിടെ എതിര് പറയില്ല. നമുക്ക് ഏത് നന്മകളും ഒരുമിച്ച് ചെയ്ത് തിന്മകൾക്കെതിരെ, അവനവന്റെ സമുദായത്തിനോട് ചെയ്യുന്ന തിന്മകൾക്ക് പോലും എതിരെ നിങ്ങൾ പ്രവർത്തിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രണാമം, നമസ്കാരം.